നിങ്ങൾ മലപ്പുറം ജില്ലക്കാരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബൈക്കും റെയിൻകോട്ടും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഈ മഴക്കാലത്തൊന്ന് പോയി നോക്കണം. ഒന്നാമതായിട്ട് ഞാൻ പറയുന്ന പ്ലേസ് കൊടികുത്തിമല, പെരിന്തൽമണ്ണക്കടുത്ത് മഞ്ഞുകളുടെ തായ്വരകളാണ് അവിടെ. നമ്മളിങ്ങനെ മേലെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തലക്ക് മുകളിലൂടെ മഞ്ഞിങ്ങനെ പോകുന്ന പോലെ നമുക്ക് രൂപപ്പെടുന്ന ഒരു പ്ലേസാണ് കൊടികുത്തിമല. മഴക്കാലത്താണല്ലോ ഞാൻ ഈ പറയുന്നത്. മറ്റൊരു സ്ഥലം മിനിയൂട്ടി. പ്രഭാതത്തിൽ മഴക്കാലത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ സെയിം അനുഭവം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേറൊരു സ്ഥലമാണ് കക്കാടംപൊയിൽ. കക്കാടംപൊയിലോട്ട് പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രംഗമല്ല ഞാൻ പറയുന്നത്. കക്കാടംപൊയിലോട്ട് പോകുന്ന സമയത്ത് റോഡരികിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഓരോ വളവും നമുക്കൊരു കാഴ്ചക്കാരാണ്. ഓരോ വളവിലും നമുക്ക് ഓരോ സ്പോട്ടുണ്ട്. ആ ഓരോ സ്പോട്ടിൽ നിന്നും നമുക്ക് ഓരോ ഫോട്ടോ, സെൽഫി ഒക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ മുന്നിൽ നിന്ന് കാണുന്ന ഒരു സിനിമാ രംഗം പോലെ മുന്നിൽ നിന്ന് വലിയ മലകളെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്ഥലം നെടുങ്കയം. ആ റൂട്ടിലൂടെ തന്നെ നമുക്ക് നെടുങ്കയത്തിലേക്ക് പാസ് ചെയ്യാൻ കഴിയും. കണ്ടൽ കാടുകൾ നിറഞ്ഞ മഴക്കാലത്ത് അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് നെടുങ്കയം എന്ന് പറയുന്നത്. തിരികെ വരുമ്പോൾ നിലമ്പൂർ കനോലി പ്ലോട്ടിലും കൂടി കയറാൻ മറക്കരുത്. ഇത് മാത്രമല്ല, കേരളാകുണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള വേറൊരു പ്ലേസ് കൂടെ ഉണ്ട്. കേരളാകുണ്ട്, കരുവാരക്കുണ്ടിനടുത്ത് ഇരമ്പൽ കേൾക്കുന്ന വെള്ള ശബ്ദങ്ങൾ. ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ മഴത്തുള്ളികൾ അല്ല വെള്ളത്തുള്ളികൾ നമ്മുടെ മുഖത്തേക്ക് പതിക്കും. ഇരമ്പി വരുന്ന ശബ്ദം വെള്ളച്ചാട്ടങ്ങളുടെ. മറ്റൊരു സ്ഥലം ആട്യൻപാറ. പ്രകൃതിയുടെ ശക്തി അറിയണമെങ്കിൽ പാറകൾക്കിടയിലൂടെ വെള്ളം ഒലിച്ചു വരുന്ന ആ രംഗം ഒരു പ്രത്യേക അനുഭവമാണ്. മറ്റൊരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഹിഡൻ പ്ലേസുകളാണ്. നിങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കില്ല. വെറ്റിലപ്പാറ, ഓടക്കയം തുടങ്ങി കക്കാടംപൊയിലേക്ക് പോകുന്ന റൂട്ടുകളൊക്കെ ഹിഡൻ പ്ലേസുകളായിട്ടുള്ള ഒരുപാട് പ്ലേസുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. അപ്പോൾ കോട്ടും ബൈക്കുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. ഈ മഴക്കാലം മലപ്പുറം ജില്ലക്കാർക്ക് അടിപൊളിയാക്കാനുള്ള ഒരു വീഡിയോ ആണിത്.